ജനറേഷൻ സിനിമയല്ല, ഇത് എല്ലാ തലമുറയ്ക്കും അവരുടെ മനസ്സുകൊണ്ട് അത് പ്രകൃതിയോടുള്ള പ്രണയത്തെ, സ്നേഹത്തെ അവർ ഒരു ഹൃദയം കൊണ്ട് തൊട്ടുകൊണ്ട് സ്വീകരിക്കാവുന്ന സിനിമയാണ്. ഇതിന്റെ വലിപ്പ ചെറുപ്പത്തെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ട. എല്ലാവരോടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാര്യം സ്കൂള്, നമ്മുടെ ഈ തിയേറ്റർ, പേരെടുത്തൊന്നും പറയുന്നില്ല കേട്ടോ, സമയക്കുറവുകൊണ്ട് പേരെടുത്തൊന്നും പറയുന്നില്ല. എല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളാണ്. കൊല്ലങ്കോട് പ്രിയപ്പെട്ടവണ്, കൊല്ലങ്കോട് കൂടുതൽ പ്രിയങ്കരമാവുന്നത്. ഞാൻ ബാബു സാറിന്റെ മൈക്രോ എടുക്കാണ്. ബാബു സാറിന് ഒരുപാട് പറയാനുണ്ട്. ബാബു സാറിനോട് ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ നോട്ടം കൊണ്ടും ഞങ്ങളുടെ സ്പർശം കൊണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. ബാബു സാറിന് മൈക്രോ എന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രദർശന ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള MLA ബാബുട്ടനാണ്. ശ്രീ പ്രവീൺ ഉൾപ്പെടെയുള്ള സിനിമ രംഗത്തെ പ്രമുഖന്മാർ അമ്മു മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സിനിമ അല്ല, അത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രകൃതിയോട്, മരങ്ങളോടുള്ള പ്രണയമാണ് ആ സിനിമയുടെ പ്രമേയം. അത് കണ്ടതിന് ശേഷം മറ്റഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി അറിയിക്കുന്നു. അതിന് ഷോർട്ട് ഫിലിമിൻ്റെ ഉദ്ഘാടനം അറിയിക്കുന്നു. കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മു എന്ന സിനിമ അവിസ്മരണീയമാക്കിയ ഇതിൻ്റെ ഡയറക്ടർ, സംവിധായകൻ പ്രിയപ്പെട്ട ഗജേന്ദ്ര ബാവ സാറിനെ ഒരു പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLA സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ സഹസംവിധായകൻ പ്രിയപ്പെട്ട സുനാമി സാറിന് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സത്യപാൽ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സിനിമയെ അവിസ്മരണീയമാക്കിയ പ്രിയപ്പെട്ട വൈഷ്ണവി അമ്മു എന്ന കുട്ടിയെ പുസ്തകം നൽകി, ട്രോഫി നൽകി ആദരിക്കുന്നതിന് വേണ്ടി, അനുമോദിക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ MLA ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം നൽകുന്നത് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കൊല്ലങ്കോട് വന്നാൽ നാടും മറക്കൂല, നാട്ടുകാരെ മറക്കൂല. ഞങ്ങളിൽ നമ്മുടെ തിയേറ്റർ മാനേജറെത്തിയിട്ടുണ്ട്. ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിലാണ് വൈഷ്ണവി അത് കൈകാര്യം ചെയ്തത്. ഗജേന്ദ്രബാബയാണ് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾക്കെതിരെയുള്ള ഒരു മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചതിന് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഗജേന്ദ്രബാബു ഉൾപ്പെടുന്ന ടീമിന്, അതിൻ്റെ അഭിനയ എന്ന നിലയിലേക്ക് വന്ന വൈഷ്ണവി ഉൾപ്പെടെയുള്ള ടീമംഗങ്ങൾക്ക്, ഷോർട്ട് ഫിലിമിനെ 1000 കഥാപാത്രങ്ങൾ കൊണ്ട് ഏറ്റവും മനോഹരമാക്കിയ നമ്മുടെ തോട്ടുമേട് സ്കൂളിലെ അധ്യാപകർക്ക്, അതിലേറെ പ്രിയപ്പെട്ട കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക്, എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകരും കൃത്യമായിട്ട് എത്തിച്ചേർന്നു. വളരെ ആകർഷകമായിട്ടാണ് ഞാനും എൻ്റെ സുഹൃത്തും ശിഹാബുദ്ദീനും ഈ കൊല്ലങ്കോട് ഗ്രാമം കാണാൻ വന്നതാണ്. അമ്മു എന്നുള്ള ഒരു ഗ്രാമീണ കുട്ടിയെ തന്നെ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണം ദീപിക ടീച്ചറെ എനിക്ക് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല, നന്ദി പറയാണ്. ദീപിക ടീച്ചർ ഒന്ന് എനിക്ക് ഇന്ന സന്തോഷമായി. ദീപിക ടീച്ചറാണ് ഈ അമ്മുവിനെ കണ്ടെത്തി എനിക്ക് തന്നത്. ദീപിക ടീച്ചറുടെ സെലക്ഷൻ വളരെ കൃത്യമായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഷോർട്ട് ഫിലിം എൻ്റെ സ്കൂളിൽ ചിത്രീകരിച്ചതിനും അതിന് ഡയറക്ടറോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കൊല്ലങ്കോട് പഞ്ചായത്ത് കൊല്ലങ്കോട് സുന്ദരഗ്രാമമായി മാറിയതിനു ശേഷം തന്നെ ഇത്ര നന്നാവുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ കണ്ടപ്പോൾ നോക്കുമ്പോൾ കുട്ടികളെ കണ്ണുന്ന വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കുട്ടികളിൽ എത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. എല്ലാ കുട്ടികളും ഇത് കാണുന്നതുകൊണ്ട് അവർക്ക് പ്രകൃതിച്ച് സ്നേഹിക്കാൻ സാധിക്കും. ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഗംഭീരമാക്കി. നിങ്ങൾക്കെന്നെ തോന്നിയില്ലേ? ഗംഭീരമല്ലേ ടീച്ചർ? ടീച്ചർക്ക് ഒരു വലിയ കൈവരിക്കാൻ. ഞാൻ എക്സാം എഴുതുന്നു ടീച്ചർ.
അത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാമോ? നീ എഴുതിയിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ സ്കൂളിന്റെ പേര് കളയാൻ. കാരണം ഞാനൊരു പ്രൊഫഷണൽ ആക്ടറൊന്നുമല്ല. എങ്കിലും പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് നല്ല രീതിയിൽ ചെയ്തു എന്ന് സാറ് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം. എന്തായാലും ഇങ്ങനെ നല്ലൊരു ഷോർട്ട് ഫിലിമിനെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ KSDSന്റെയും എൻ്റെയും നന്ദി രേഖപ്പെടുത്തും. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലുമില്ലായിരുന്നു അമ്മു എന്ന പ്രതീക്ഷയിൽ ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ്. അതിൻ്റെ ഒരു ഇന്നത്തെ ഒരു ആവശ്യമാണ്. ആ ഒരു മെസ്സേജ് ഇവിടെ എൻ്റെ സിനിമാ തിയേറ്ററിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കാണ്. എൻ്റെ പേരിലാണ്. ഇന്ന് വലിയ സിനിമയിലൊക്കെ വിളിച്ചാൽ പോവോ? വളരെ നല്ല പടം, വളരെ നന്നായിട്ടുണ്ട്. സ്കൂളും കുട്ടികളും ഒക്കെ എല്ലാവരും നന്നായിട്ടുണ്ട്. കുട്ടികളും ടീച്ചറും എല്ലാവരും വളരെ ഹാപ്പിയല്ലേ? സന്തോഷം, നല്ലൊരു മെസ്സേജ്. മകളെ നീ പ്രകൃതിക്കു സുഹൃതമായി നിന്റെ പുലരിയും പൂക്കളും പൂത്തുമ്പിയും പ്രകൃതിക്കു മകളായി തുണയായി മനമേകി സുകൃത സംഗീതത്തിൻ വരികളായി നീ നന്മ വൃക്ഷങ്ങളായി പാടപ്പകിട്ടായി നിൻ പാദസ്പർശങ്ങൾ തുടിതാളമായി നിറയും നിൻ ചിന്തകൾ ഹരിതാഭ പകരുമി പാരിതിൽ നീ പുതുവാഗ്ദാനമായി പാരിതിൽ നീ പുതുവാഗ്ദാനമായി.